നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 28 മുതൽ തുടർന്നു വരുന്ന ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇന്നും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് ഇറാനോടൊപ്പം ഹിസ്ബുള്ള കൂടെ ചേർന്നിരിക്കുന്നൊരു സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാകുന്നൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഫെബ്രുവരി 28 മുതൽ ഫ്ലൈറ്റ് സ്കെഡ്യൂളുകൾ ക്യാൻസലാണ്. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ എയർ സ്പേസ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എലാൽ ഇന്ന് ഓപ്പറേഷനിൽ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എലാൽ ഇപ്പം റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇവാക്വേഷൻ ടൈപ്പ് ഓഫ് ഫ്ലൈറ്റുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തായി കുടുങ്ങിക്കിടക്കുന്ന ഇസ്രായേലികൾക്ക് ഇസ്രായേലിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് എലാൽ നിലവിൽ ഒരുക്കി വരുന്നത്. അതുപോലെ തന്നെ മറ്റ് ഫ്ലൈറ്റ് സ്കെഡ്യൂളുകളൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് വരുന്നില്ല. എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ നിന്നും പുറപ്പെടേണ്ട അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട പല ഫ്ലൈറ്റ് കണക്ഷനുകളും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ദുബായിലായാലും അബുദാബിയിലായാലും ഷാർജയിലായാലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും കുവൈറ്റിലും എല്ലാം ഇറാനിൽ നിന്നും അക്രമങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ ഫ്ലൈറ്റ് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇസ്രായേലിൽ ജീവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവധിക്ക് നാട്ടിൽ പോയ ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഓൾറെഡി നമുക്കറിയാം, ആദ്യഘട്ടം എന്ന രീതിയിൽ ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ നമ്മുടെ റീ എൻട്രികൾ നീട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊരു സാഹചര്യം കുറച്ചും കൂടെ രൂക്ഷമാകുകയാണെങ്കിലും അല്ലെങ്കിൽ സമാനമായ സാഹചര്യം തുടരുകയാണെങ്കിലും തീർച്ചയായിട്ടും ഇസ്രായേൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ പിബ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ റീ എൻട്രികൾ നീട്ടിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എയർപോർട്ട് തുറക്കാത്ത അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേഷൻ വരാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ വരാത്തൊരു സാഹചര്യത്തിൽ ഒത്തിരി നാൾ പല ആളുകൾക്കും നാട്ടിൽ തുടരാനായിട്ട് സാധിക്കത്തില്ല. ചിലപ്പം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിർത്തിയിട്ട് പോയ റിലീവറിന് എത്രയും പേയ്മെൻറ്റ് കൊടുക്കത്തില്ല ഫാമിലി. അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ജോർദാൻ വഴി ഫ്ലൈറ്റ് എടുത്ത് വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിന് തീർച്ചയായിട്ടും ജോർദാൻ വിസ ആവശ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു സാഹചര്യം തുടരുന്നുണ്ട് എങ്കിലും ഇന്നാണ് ആക്ച്വലി ജോർദാൻ വഴി ആളുകൾ നാട്ടിലേക്ക് പോയത്. സോ അങ്ങനൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ അത് സാധ്യമായിട്ടുണ്ട്. സോ അങ്ങനെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്നും ഇസ്രായേൽ വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മളൊരു പാക്കേജായിട്ട് ചെയ്യുന്നുണ്ട്. കിഴക്കൻ ഹോളിഡേയ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മുടെ സ്ഥാപനം വഴി ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ജോർദാൻ വിസ ആവശ്യമാണ്, ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ജോർദാനിൽ നിന്നും അല്ലെങ്കിൽ അമാൻ എയർപോർട്ടാണ് ജോർദാനിലെ, അമാൻ എയർപോർട്ടിൽ നിന്നും നമ്മുടെ ബോർഡറുകളിലേക്ക് ബെറ്റ്ഷിയാനിലേക്കും അല്ലെങ്കിൽ ആലംബി ക്രോസിംഗ് ബോർഡറുകളിലേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ട അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്, പല ആളുകളും എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൽ വലിയ രീതിയിൽ ചൂഷണം നടത്തി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടായൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒരാൾ, ഒരു ലേഡി അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തു. എറണാകുളത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് അവരെടുത്തത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇന്ന് ട്രാവൽ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലാണ്, നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് എടുത്തത്, അതുകൊണ്ട് വൺ വേ ടിക്കറ്റിൻ്റെ പൈസ തരാമെന്ന്. ആക്ച്വലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങളൊരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടെലവീവിൽ നിന്ന് ദുബായ്, ദുബായ് ടു കൊച്ചി, റിട്ടേൺ ടിക്കറ്റ് കൊച്ചി ടു ദുബായ്, ദുബായ് ടു ടെലവീവ് ആണെങ്കിൽ ഈ ഫ്ലൈറ്റ് സ്കെഡ്യൂളിൽ ഏതെങ്കിലും ഒരു സ്കെഡ്യൂള് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റയർ റൗണ്ട് ട്രിപ്പ് എന്നാണ് ഇത് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് എന്നാണ് പറയുന്നത്. എൻ്റയർ റൗണ്ട് ട്രിപ്പിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് ഫുൾ റീഫണ്ട് മേടിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ടൊരു ടിക്കറ്റ് എടുക്കുന്നു, നിങ്ങൾ നാട്ടിലേക്ക് പോയിട്ടില്ല, ആ സ്കെഡ്യൂൾ അങ്ങോട്ടുള്ള സ്കെഡ്യൂളോ അല്ലെങ്കിൽ തിരിച്ചുള്ള സ്കെഡ്യൂളോ ക്യാൻസൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ റീഫണ്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് സാരം. അതുപോലെ തന്നെ റീഫണ്ട് കൊടുക്കാനായിട്ട് പല ആളുകളും മടി കാണിക്കാറുണ്ട്. പല സമയത്തും ഇപ്പോൾ കൊറോണ തൊട്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നു, ഇങ്ങനത്തെ ക്രൈസിസ് വരുമ്പോഴത്തേക്കും പല ട്രാവൽ ഏജൻസികളും അത് ചൂഷണം ചെയ്യാറുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് ബിസിനസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല, ഇതിനകത്ത് നടക്കുന്ന ഫാക്റ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിലും ഇത്തരം ചൂഷണങ്ങൾ നമ്മളുടെ ആളുകൾ അല്ലെങ്കിൽ മലയാളികൾ തന്നെ നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. റീഫണ്ട്
നോർമൽ കേസിൽ ഇപ്പം ഞാനൊരു ട്രാവൽ ഏജൻറ്റാണ്, ഞാനൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഒരു പോളിസി വെച്ചിട്ട് ഞങ്ങൾ 7 ഡേയ്സ് അല്ലെങ്കിൽ 7 to 10 ഡേയ്സ്, 7 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഓൾമോസ്റ്റ് 10 ഡേയ്സ് വരെ വരും അത്. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ടിക്കറ്റിൻ്റെ എമൗണ്ടുകൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് അറ്റ് ഓഫ് എനി കോസ്റ്റിൽ ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ബിക്കോസ് ഇതിൻ്റെ പ്രോഫിറ്റ് നമ്മളാണല്ലോ എടുക്കുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടാവും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ടിക്കറ്റിൽ ഈ ഇസ്രായേലിയിൽ വർക്ക് ചെയ്യുന്ന കെയർ ഗിവർ ആയിട്ടുള്ള ഒരു ലേഡി, അവരുടെ ഫാമിലി, അവർ ജോലി ചെയ്യുന്ന ഇസ്രായേലി ഫാമിലിക്ക് ടിക്കറ്റിൻ്റെ കോപ്പി കൊടുത്തു. അവരിത് ഓൺലൈനിൽ സ്കെഡ്യൂൾ ചെക്ക് ചെയ്തു. സ്കെഡ്യൂൾ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, അയ്യോ ഈ ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ക്യാൻസൽ ആണല്ലോ എന്ന് പറഞ്ഞു. അതായത് സ്കെഡ്യൂൾ ക്യാൻസൽഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് ഈ ട്രാവൽ ഏജൻറ്റിനെ വിളിച്ചിട്ട് ഇവർ പറയുകയാണ്, ചേട്ടാ ഇതിങ്ങനെ ക്യാൻസൽ ആണല്ലോ, അപ്പോൾ എനിക്കത് റീഫണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ, അയ്യോ നിങ്ങൾ ഇത് ഓൺലൈനിൽ ഓപ്പൺ ചെയ്തില്ലേ, നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ഓപ്പൺ ചെയ്തില്ലേ, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേരിലേക്കായിപ്പോയി എന്ന് പറഞ്ഞു. ഈ ലേഡി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലൊരു സംഭവമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഓൾറെഡി ഏതാണ് ട്രാവൽസ്, ആ എടുത്തിട്ടുള്ള ട്രാവൽസിൻ്റെ ഇമെയിൽ ഐ ഡിയിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്, അവരുടെ കോൺടാക്ട് നമ്പറാണ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു ചേച്ചി ചുമ്മാതാ, ഇങ്ങനൊരു സംഭവമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഓക്കെ നാളെ നമുക്ക് റീഫണ്ട് ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് നമ്മൾ ഇരയാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേനും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർദാൻ വഴി ആർക്കെങ്കിലും ട്രാവൽ ചെയ്യാനും, അതായത് ജോർദാൻ വഴി നാട്ടിലേക്ക് പോകാനാണെങ്കിലും തിരിച്ചു വരാനാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് സമീപിക്കാവുന്നതാണ്. അടുത്തൊരു ട്രാവൽ അപ്ഡേഷൻ വരുന്നത് വരെ നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്. താങ്ക് യു.